പ്രഭാത കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ ആദ്യമായി ഇറങ്ങിയ ഒരു പട്ടണം തീക്കുനിയിൽ ആയിരുന്നു. ഇവിടെ പ്രത്യേകതരം കൗതുകങ്ങളാണ് ഞങ്ങൾക്ക് കാലത്തു തന്നെ കാണാൻ കഴിഞ്ഞത്. ഇതിവരുടെ പ്രത്യേകതരം ഒരു കളിയാണത്രേ. കാലത്ത് എല്ലാവരും ചേർന്ന് റോഡിലേക്ക് വെള്ളം കയറ്റിവിട്ട് അവിടെ നിന്നും കുശലം പറയുന്നതാണത്രേ ഇവരുടെ പ്രധാന ഹോബി. ഇതിന് ഇവർക്ക് അവിടുത്തെ പഞ്ചായത്ത് തന്നെ പ്രത്യേക പ്രതിഫലം കൊടുക്കുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കൂട്ടത്തിൽ നിങ്ങൾക്കൊരു തൊപ്പിക്കാരനെ കാണാം. അദ്ദേഹമാണത്രേ ഇതിൻ്റെ നേതാവ് എന്ന് പറയപ്പെടുന്ന മോഗ്ലിംഗ്. 2 ചക്രമുള്ള ഈ വാഹനത്തിൻ്റെ പേര് സ്കൂട്ടർ എന്നാണത്രേ. ഇവർ ചിലർ ഈ സ്കൂട്ടറിൽ യാത്ര തിരിക്കും ഈ വെള്ളത്തിലൂടെ. ആ സ്കൂട്ടറിൽ പോകുന്ന നരച്ച താടിക്കാൻ തീരെ മോശക്കാരൻ അല്ല എന്നാണത്രേ ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം. കൗതുക കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പെട്ടി ഓട്ടോറിക്ഷ വന്നതായും അവരോടെന്തൊക്കെയോ കുശലം പറയുന്നതായും ഞങ്ങൾ കണ്ടു. അടുത്തു ചെന്ന് ഞങ്ങൾക്ക് അവരോടെന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഭാഷ ഞങ്ങൾക്കറിയാത്തത് കൊണ്ട് അവിടെ നിന്നും ഞങ്ങൾ ക്യാമറ മറ്റൊരിടത്തേക്ക് തിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് പീറ്റർ. കാലത്തെ എഴുന്നേറ്റ് വീടിൻ്റെ മുമ്പിൽ നിന്നും ഇദ്ദേഹം എല്ലാ ദിവസവും മുണ്ട് മടക്കി കുത്തി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് വെള്ളം അലർജിയാണത്രേ. ഇവരുടെ കളികൾ അവസാനിപ്പിച്ച് ഇവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന കൗതുകകരമായ കാഴ്ചകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. വീണ്ടും താടിക്കാരൻ ഞങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ അദ്ദേഹത്തിന് മിണ്ടണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഭാഷ അറിയില്ലായിരുന്നു. പിന്നീടാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. തോർത്തുമുണ്ട് തോളിലേറ്റിക്കൊണ്ട് ഒരാൾ അവിടെ നിന്നും നടന്നു വരുന്നത് കാണാം. ഒറ്റ നോട്ടത്തിൽ പ്രാചീന ശിലായുഗത്തിൽ ജനിക്കപ്പെട്ട ഏതോ ഒരുവനായിട്ട് ഞങ്ങൾക്ക് തോന്നി. അദ്ദേഹം വീട്ടിൽ ഉറങ്ങിപ്പോയതാണത്രേ. ഈ കലാപരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം വൈകി വന്നതെന്നാണ് ഞങ്ങളോട് അറിയപ്പെട്ടവർ പറഞ്ഞു തന്നത്. പിന്നീട് ഞങ്ങൾ ആലോചിച്ചത് ഈ റോഡിലേക്ക് വെള്ളം കയറുന്നത് എങ്ങനെയെങ്കിലും നിർത്തിക്കാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടാവോ എന്നാണ്. അപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയപ്പെടുന്നത് പഞ്ചായത്ത് ഒരിക്കലും അതിനനുവദിക്കില്ല. കാരണം ഇത്രയും കൗതുകകരമായ കാഴ്ചകൾ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നാണ് പഞ്ചായത്തിൻ്റെ തീരുമാനമത്രേ. തീക്കുനിയിലെ ഈ വിശേഷങ്ങളും ഈ കൗതുക കാഴ്ചകളും ഞങ്ങൾ ഇവിടെ നിർത്തിവെച്ചുകൊണ്ട് നാളെ മറ്റൊരു ടൗണിലേക്ക് പോകുന്നതായി നിങ്ങളെ അറിയിക്കുന്നു.